പ്രിയമുള്ളവരെ, വൺസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ആ സബ്ജക്റ്റിൻ്റെ 2022 ഡിസംബർ മാസം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 5 മൊഡ്യൂളാണുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്ക് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ 2022 വർഷം ഡിസംബർ മാസം കണ്ടക്ട് ചെയ്ത KTU എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ എക്സാമിന് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി ബോൺസ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഷ്മിഡ്സ് ലോ. ഇതൊക്കെയാണ് 2022 ഡിസംബർ മാസം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ പിന്നെ നമുക്ക് ക്രിസ്റ്റലോഗ്രഫി, സിമ്പിൾ ക്യൂബിക്, BCC, FCC, HCP സ്ട്രക്ചർ അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, ഹാൾപെറ്റ്സ് തിയറി, സിമ്പിൾ പ്രോബ്ലംസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. സോ ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 2022 ഡിസംബർ മാസം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ കാണാമെന്ന് നോക്കാം. സോ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലോങ് റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ ഓഫ് ആറ്റോമിക് അറേഞ്ച്മെന്റ് ഓൺ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇൻ സോളിഡ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ്. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലോങ് റേഞ്ച് ഓർഡർ എന്താണ്, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്താണ്, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ്, ഇതാണ് നോക്കേണ്ടത്. സോ എന്താണ് ഈ ലോങ് റേഞ്ച് ഓർഡർ ആൻഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് നോക്കാം. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഒരു മെറ്റീരിയൽ നമുക്കുണ്ട്. ആ മെറ്റീരിയലിൻ്റെ അകത്ത് ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെ ഈ രീതിയിലാണെന്ന് വിചാരിക്കാം. ആറ്റങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുകയാണ്. സപ്പോസ് നമ്മുടെ കയ്യിൽ വേറൊരു മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ അകത്ത് ആറ്റങ്ങൾ ഇങ്ങനെ വളരെ റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റാൻഡം ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലിലെ ഫസ്റ്റ് മെറ്റീരിയലിന്റെ ആറ്റങ്ങൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഓർഡറിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ശരിയല്ലേ? ആറ്റങ്ങളെല്ലാം ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ്. അതായത് അടുത്തടുത്തുള്ള ആറ്റങ്ങൾ തമ്മിലൊരു ഓർഡർ ഉണ്ട്. അതുപോലെ ആ ഓർഡർ എൻ്റയർ ലെങ്തിലുണ്ട്. സോ ഈ മെറ്റീരിയലിന് നമുക്ക് ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ടെന്ന് പറയാം, അതുപോലെ ലോങ് റേഞ്ച് ഓർഡറും ഉണ്ടെന്ന് പറയാം. അതുപോലെ രണ്ടാമത്തെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആറ്റംസ് ഒക്കെ പല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആറ്റങ്ങൾ തമ്മിൽ ഒരു ഓർഡർ ഉണ്ട്, എന്നാൽ ഈ ഓർഡർ എൻ്റയർ ലെങ്ത്തിൽ ഇല്ല താനും. സോ ഈ മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ടെന്ന് പറയാം, എന്നാൽ ഇതിന് എന്തില്ല, ലോങ് റേഞ്ച് ഓർഡർ ഇല്ല. സോ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? The regular and predictable arrangement of atoms or ions over a short distance, usually 1 or 2 atoms spacing. അതായത് റെഗുലർ അറേഞ്ച്മെന്റ് 1 or 2 ആറ്റം സ്പേസിങ്ങിന് ഇടയിലേ ഉണ്ടാവുള്ളൂ, ലോങ് റേഞ്ചിൽ ഉണ്ടാവത്തില്ല. അതുപോലെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആൻഡ് റെപ്പിറ്റേറ്റീവ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ഇൻ എ സോളിഡ് വിച്ച് എക്സ്റ്റെൻഡ്സ് ഓവർ വെരി ലാർജ് ഡിസ്റ്റൻസ്. ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഡിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്യും. സോ ഇതാണ് ലോങ് റേഞ്ച് ഓർഡറും ഷോർട്ട് റേഞ്ച് ഓർഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. മോണോ ആറ്റോമിക് ഗ്യാസസ് എടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് നോ ഓർഡർ ആണ്. അവയ്ക്ക് ലോങ് റേഞ്ച് ഓർഡറും ഇല്ല, അതുപോലെ ഷോർട്ട് റേഞ്ച് ഓർഡറും ഇല്ല. എക്സാമ്പിൾ ആർഗൺ ഗ്യാസ് ഒരു മോണോ ആറ്റോമിക് ഗ്യാസ് ആണ്. സിമിലർലി അമോർഫസ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് ലോങ് റേഞ്ച് ഓർഡർ ഇല്ല, പക്ഷെ എന്തുണ്ട്,
ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ട്. നോ ലോങ് റേഞ്ച് ഓർഡർ, പക്ഷെ ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലാസ് എന്താണ്? ഒരു അമോർഫസ് മെറ്റീരിയൽ ആണ്, ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ്. ഗ്ലാസിന് എന്താണ്? ലോങ് റേഞ്ച് ഓർഡർ ഇല്ല, പക്ഷെ എന്തുണ്ട്? ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ട്. ഈ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ലോങ് റേഞ്ച് ഓർഡർ ആൻഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്നുള്ള ആ സെക്ഷനെ നമുക്ക് പഠിക്കാനുള്ളൂ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്ര എഴുതി വെച്ചാൽ മതി, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ്. ഏതെങ്കിലും 3 ഡിഫറൻസ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? അതിനാ നോക്കാം. അപ്പൊ എന്താണ് സ്ലിപ്പ്, എന്താണ് ട്വിന്നിങ്? നമ്മളൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സ്ലിപ്പ് എന്താണ്, ട്വിന്നിങ് എന്താണെന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ഫിഗർ നോക്കിയേ. ഇവിടെ നമുക്ക് ഓരോ പ്ലെയിൻസ് കാണാൻ പറ്റും. ഈ പ്ലെയിൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്? സ്ലിപ്പ് പ്ലെയിൻസ്. എന്താണ്? സ്ലിപ്പ് പ്ലെയിൻസ്. സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ക്രിസ്റ്റലോഗ്രാഫിക് ബ്ലോക്കുകൾ, ഇതൊക്കെ എന്താണ്? ഓരോ ക്രിസ്റ്റലോഗ്രാഫിക് ബ്ലോക്കുകളാണ് അല്ലെ? ഈ ക്രിസ്റ്റലോഗ്രാഫിക് ബ്ലോക്കുകൾ ഈ സ്ലിപ്പ് പ്ലെയിനിൽ കൂടി തെന്നി മാറുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഡീഫോർമേഷനെ വിളിക്കുന്ന പേരാണ് സ്ലിപ്പിംഗ്. ക്രിസ്റ്റലോഗ്രാഫിക് ബ്ലോക്കുകൾ സ്ലിപ്പ് പ്ലെയിനിൽ കൂടെ ഈ രീതിയിൽ തെന്നി മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ട്വിന്നിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തെന്നി മാറി പോവില്ല. ഇവരെന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യും അല്ലെ? നോക്കിയേ, നമ്മൾ ഈ ഏരിയ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആറ്റംസ് എന്ത് ചെയ്തു? നോർമൽ ആറ്റംസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എന്നാൽ ഈ ഏരിയയിൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തു അല്ലെ? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു റീജിയനിലെ ആറ്റംസ് ഇങ്ങനെ ഓറിയന്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ട്വിന്നിങ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി അതിന്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുള്ളൂ ഫിഗർ. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും 3 ഡിഫറൻസ് ചെയ്ത് എന്നുള്ളതാണ്. നോക്കാം. അപ്പോൾ അതിന്റെ ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു തന്നെയാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ നോക്കാം. ഒന്ന്, ഡ്യൂറിങ് സ്ലിപ്പ് എവറി ആറ്റംസ് ഇൻ ദി ബ്ലോക്ക് മൂവ്സ് ബൈ ദി സെയിം എമൗണ്ട്. എന്താണ്? സ്ലിപ്പ് നടക്കുമ്പോൾ എല്ലാ ആറ്റംസും എന്ത് ചെയ്യും? സെയിം എമൗണ്ട് ആണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ട്വിന്നിങ്ങിൽ എന്താണ്? സെയിം എമൗണ്ട് അല്ല. എന്താണ്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹൗ ഫാർ എവേ ദേ വെയർ ഫ്രം ദി ട്വിന്നിങ് പ്ലെയിൻ. ആറ്റംസ് എന്തുമാത്രം എമൗണ്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് ട്വിന്നിങ് പ്ലെയിനിൽ നിന്ന് എത്രമാത്രം അത് അകലെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇവിടെ സ്ലിപ്പിലാണെങ്കിൽ എന്താണ്? എല്ലാ ആറ്റംസും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുള്ളൂ സ്ലിപ്പ് എടുക്കുമ്പോൾ. എന്നാൽ ട്വിന്നിങ്ങിലാണെങ്കിൽ ട്വിന്നിങ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ട്വിന്നിങ് പ്ലെയിൻ ആണ്. ട്വിന്നിങ് പ്ലെയിനുകൾ എപ്പോഴും പെയർ ആയിട്ടാണ് കാണുള്ളൂ കേട്ടോ. ഒരു ഡിഫറൻസ് ആണത്, പെയർ ആയിട്ടാണ് കാണുള്ളൂ. മറ്റേതാണെങ്കിൽ നമുക്ക് ഓഡ് നമ്പറിൽ കാണാൻ പറ്റും. സോ ട്വിന്നിങ് പ്ലെയിനിൽ നിന്ന് എന്തുമാത്രം അകലെയാണ് ഒരു ആറ്റം ഇരിക്കുന്നത്, അത്രമാത്രം എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതായത് ട്വിന്നിങ് പ്ലെയിനിന്റെ വളരെ അടുത്തുള്ള ആറ്റം ആണെങ്കിൽ അത് കുറച്ചേ മൂവ് ചെയ്യുള്ളൂ. ഇവിടെ നിന്നുള്ള അകലം കൂടുന്തോറും കൂടുതൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. സോ ട്വിന്നിങ്ങിന്റെ ഒരു പ്രത്യേകതയാണത്. എന്താണ്? ആറ്റങ്ങള് ഈ ട്വിന്നിങ് പ്ലെയിനിൽ നിന്ന് എത്രമാത്രം അകലെയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ആറ്റങ്ങൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? സ്ലിപ്പ് ലൈൻസ് ആർ ഓഡ് ഓർ ഈവൻ ഇൻ നമ്പർ. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞാണ് എന്താണ്? സ്ലിപ്പ് ലൈൻസ് എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആവാം, ഈവൻ നമ്പർ ആവാം. അത് 1 ആവാം, 2 ആവാം, 3 ആവാം, എന്തും ആവാം. എന്നാൽ ട്വിൻ ലൈൻസ് ആർ എപ്പോഴും പെയർ ആയിട്ടാ കാണുള്ളൂ. ഓക്കെ, ഒരൊറ്റ ട്വിൻ ലൈൻ എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. നമുക്ക് 2 പെയർ ആയിട്ട് എപ്പോഴും വരുള്ളൂ. പെയർ ആയിട്ടാണ് ഈ ട്വിന്നിങ് ലൈൻസ് വരുള്ളൂ. ഇനി നമ്മളൊരു മൈക്രോസ്കോപ്പിൽ നോക്കുവാണെങ്കിൽ സ്ലിപ്പ് ഈസ് ഒബ്സർവ്ഡ് ആസ് തിൻ ലൈൻസ് അണ്ടർ ദി മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പില് സ്ലിപ്പ് എന്താണ്? തിൻ ലൈൻസ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി നമ്മുടെ ട്വിന്നിങ് മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രോഡ് ലൈൻസ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, 3 ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് മൊഡ്യൂൾ 1-ൽ നിന്ന് ചോദിച്ചിരിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. സോ മൊഡ്യൂൾ 1-ൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻസ് ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. പ്രൂവ് ദാറ്റ് റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് ഓൺ ദി സ്ലിപ്പ് പ്ലെയിൻ in the slip direction is 0
വെൻ ദി സ്ലിപ്പ് പ്ലെയിൻ ഈസ് നോർമൽ ടു ദി സ്ട്രെസ് ആക്സിസ്. എന്താണ്? റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് ഇൻ ദി സ്ലിപ്പ് പ്ലെയിൻ ഇൻ ദി സ്ലിപ്പ് ഡയറക്ഷൻ ഈസ് 0 വെൻ ദി സ്ലിപ്പ് പ്ലെയിൻ ഈസ് നോർമൽ ടു ദി സ്ട്രെസ് ആക്സിസ്. സ്ലിപ്പ് പ്ലെയിൻ സ്ട്രെസ് ആക്സിസിന് നോർമൽ ആണെങ്കിൽ ആ പ്ലെയിനിൽ കൂടിയുള്ള റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. എക്സ്പ്ലെയിൻ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തെന്താണ്? കമ്പയർ പ്രൈമറി ബോണ്ട് വിത്ത് സെക്കൻഡറി ബോണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻ. പ്രൈമറി ബോണ്ടും സെക്കൻഡറി ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കമ്പയർ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. എന്താണ്? റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. എപ്പോഴാണ്? നമ്മുടെ സ്ലിപ്പ് പ്ലെയിൻ നോർമൽ ടു ദി സ്ട്രെസ് ആക്സിസ് ആകുമ്പോൾ. സോ അത് വേറെ ഒന്നുമല്ല, ഇൻഡയറക്ട്ലി ഷ്മിഡ്സ് ലോന്റെ ഒരു ആപ്ലിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഷ്മിഡ്സ് ലോ എന്താ നമ്മൾ നോക്കാം. സോ നമുക്ക് ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യാം. ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സിലിണ്ടറിക്കൽ മെറ്റീരിയൽ. ഓക്കെ, സോ ആ സിലിണ്ടറിക്കൽ മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് A0. ക്രോസ് സെക്ഷണൽ ഏരിയ A0. സപ്പോസ് അതിലേക്ക് ഒരു സ്ട്രെസ് ആക്ട് ചെയ്യാണ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. F ആക്സിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഫോഴ്സ് മൂലമുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? F/A0 ആയിരിക്കും. കാരണം എന്താണ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ സിഗ്മ അഥവാ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ഇനി നമ്മൾ ആ മെറ്റീരിയലിൽ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാണ്. സപ്പോസ് ഈ പ്ലെയിനിൽ കൂടി ആണ് സ്ലിപ്പിംഗ് നടക്കുന്നതെന്ന് വിചാരിക്കാം. ഈ പ്ലെയിനിൽ കൂടി ആ മെറ്റീരിയൽ സ്ലിപ്പായി പോവാണ്. ഓക്കെ, സോ ഈ പ്ലെയിൻ നമുക്ക് എന്ത് വിളിക്കാം? സ്ലിപ്പ് പ്ലെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ സ്ലിപ്പ് പ്ലെയിൻ ഈ ഇരിക്കുന്നതാണ്. ഇനി ഈ സ്ലിപ്പ് പ്ലെയിന്റെ നോർമൽ നമ്മുടെ ആക്സിസ് ഓഫ് ദി മെറ്റീരിയലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. കണ്ടാ, ഫൈ. ഈ ആംഗിൾ ആണ് ഫൈ. ഓക്കെ, ഇനി ഈ ആക്സിസ് ഓഫ് ദി മെറ്റീരിയലും ഈ സ്ലിപ്പ് പ്ലെയിനും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ് എന്ത്? ലാംഡ. ഓക്കെ, ലാംഡ. സോ ഇതൊക്കെയാണ് ഇന്നത്തുള്ളത്. ഞാൻ പറഞ്ഞു ആക്സിയലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F അല്ലെ. അപ്പൊ ഈ ഫോഴ്സ് ഈ സ്ലിപ്പ് പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ലാംഡയാണ്. നമുക്ക് ഈ ഫോഴ്സിനെ ഈ സ്ലിപ്പ് പ്ലെയിനിൽ കൂടെ റിസോൾവ് ചെയ്യാൻ പാടില്ലേ? ഈ ഫോഴ്സിനെ സ്ലിപ്പ് പ്ലെയിനിൽ കൂടെ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പൗണ്ട് ഏത് കിട്ടും? ഈ സ്ലിപ്പ് പ്ലെയിനിലുള്ള കമ്പൗണ്ട് ഏത് കിട്ടും? F cos ലാംഡ എന്ന് കിട്ടൂലേ? FR റിസോൾവ്ഡ് ഫോഴ്സ് ഇൻ ദിസ് പ്ലെയിൻ ഈസ് ഈക്വൽ ടു F cos ലാംഡ എന്ന് കിട്ടൂലേ? ഓക്കെ അല്ലേ? സോ ഈ പ്ലെയിനിലുള്ള റിസോൾവ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് F cos ലാംഡ ആണ്. F cos ലാംഡ അതാണ് എഴുതിയേക്കണേ. റിസോൾവ്ഡ് ഫോഴ്സ് ഇൻ ദി പ്ലെയിൻ ഈസ് ഈക്വൽ ടു F cos ലാംഡ. ഇനി ഈ ഏരിയ ആണ് ക്യാപിറ്റൽ A. ഇതിന്റെ ഏരിയ, ഈ പ്ലെയിന്റെ ഏരിയ. ഈ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഈ ഏരിയ A0 ആണെങ്കിൽ, ഈ ഏരിയ A0 ആണെങ്കിൽ, ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ, ആക്സിസും നമ്മുടെ ഈ പറയുന്ന സ്ലിപ്പ് പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ ഫൈ ആണെങ്കിൽ നമുക്ക് ഈ ഏരിയനെ എങ്ങനെ എഴുതാൻ പറ്റും? A0 ഡിവൈഡഡ് ബൈ കോസ് ഫൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, A0 ഡിവൈഡഡ് ബൈ കോസ് ഫൈ എന്ന് എഴുതാൻ പറ്റും. സോ നമ്മള് എന്തൊക്കെ കണ്ടുപിടിച്ചു നോക്കിക്കേ. ഈ സ്ലിപ്പ് പ്ലെയിനിൽ കൂടെയുള്ള ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എന്താണ്? F cos ലാംഡ അല്ലെ. ആ പ്ലെയിനിന് എലോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. നമുക്ക് ആ ഫോഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കാം. ശരിയല്ലേ? കാരണം ആ പ്ലെയിനിൽ കൂടെയുള്ള ഫോഴ്സ് ആണത്. സോ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ആ ഫോഴ്സിനെ എന്ത് വിളിക്കാം? ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കാം. സോ ഷിയർ ഫോഴ്സ്, ഈ പ്ലെയിനിലുള്ള ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടെത്തി. ഈ പ്ലെയിനിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തി. നമ്മൾ എന്താ ചെയ്യാൻ പാടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഷിയർ സ്ട്രെസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ്. റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ്. സോ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എന്താണ്? ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ FR ഡിവൈഡഡ് ബൈ ആ പ്ലെയിന്റെ ഏരിയ അല്ലെ. ഷിയർ ഫോഴ്സ് ബൈ പ്ലെയിന്റെ ഏരിയ. സോ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചേണ്ടത്? F cos ലാംഡ. F cos ലാംഡ. ഇനി പ്ലെയിന്റെ ഏരിയ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഞാൻ അവിടെ എഴുതിയിരുന്നു. എന്തായിരുന്നു പ്ലെയിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രോസ് സെക്ഷണൽ ഏരിയ ഡിവൈഡഡ് ബൈ കോസ് ഫൈ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഡിവൈഡഡ് ബൈ കോസ്
5. സോ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ കോസ് ഫൈനെ നമ്മൾ കൊണ്ടുവരാലോ. അപ്പൊ എന്ത് വരും? എഫ് കോസ് ലാംഡ കോസ് ഫൈ മോളിൽ കയറുക. അപ്പൊ എന്ത് വരും? കോസ് 5 ഡിവൈഡഡ് ബൈ A0. ഓക്കെ, ഈ എഫ് ബൈ A0 നമുക്ക് എന്ത് വിളിക്കാം? എഫ് ബൈ A0 എന്താണ്? നോർമൽ സ്ട്രെസ് അല്ലെ? നോർമൽ സ്ട്രെസ്. സോ എഫ് ബൈ A0 നമ്മൾ എന്ത് ചെയ്യാണ്? നോർമൽ സ്ട്രെസ് സിഗ്മ എന്ന് കൊടുക്കുകയാണ്. അപ്പൊ സിഗ്മ ഇൻറ്റു കോസ് ലാംഡ ഇൻറ്റു കോസ് 5 എന്ന് കിട്ടും. സോ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് അല്ലെ? എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്ലെയിനിൽ കൂടിയുള്ള ഷിയർ സ്ട്രെസിന്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആണ്? സിഗ്മ ഇൻറ്റു സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ സ്ട്രെസ് ഇൻറ്റു കോസ് 5. കോസ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ലിപ്പ് പ്ലെയിനും നോർമലും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഇൻറ്റു കോസ് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്ലെയിനും അതുപോലെ നമ്മുടെ ഈ പറയുന്ന ആക്സിസ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ. സോ ടോ ആർ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു കോസ് 5 ഇൻറ്റു കോസ് ലാംഡ എന്ന് കിട്ടി. സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ലിപ്പ് പ്ലെയിൻ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ലിപ്പ് പ്ലെയിൻ അഥവാ ഈ പ്ലെയിൻ സ്ലിപ്പ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഓക്കെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൽ കൂടിയുള്ള റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് 0 ആണെന്ന് തെളിയിക്കുക അല്ലേ? സോ നോക്കിയേ, സ്ലിപ്പ് ലൈൻ ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നോക്കിയേ, ഈ ഏരിയ ഇങ്ങനെ ഇരിക്കണം അഥവാ ഇതുപോലത്തെ ഏരിയ ആയിരിക്കണം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലാംഡ എന്തായിരിക്കും? അപ്പൊ ആ സമയത്ത് ലാംഡയുടെ വാല്യൂ എത്രയായിരിക്കും? ലാംഡ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ശരിയല്ലേ? സ്ലിപ്പ് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലാംഡ 90 ഡിഗ്രി ആയിരിക്കും. സോ ലാംഡ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് ലാംഡ എന്താണ്? കോസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 വരും. ശരിയല്ലേ? കോസ് ലാംഡ 0. സോ കോസ് ലാംഡ 0 ആണെങ്കിൽ എന്തായി പോയി? എൻ്റെ സാധനം 0 ആയി പോയി. അതായത് റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. സോ നിങ്ങൾ താഴെ എടുത്തത് എന്താണ്? ഇഫ് slip plane is perpendicular, lambda is equal to 90 degree. So cos lambda is equal to എന്ത് വരും? 0. So resolved shear stress is equal to 0. പ്രൂവ് ചെയ്തു. ഓക്കെ, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്നാൽ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്താണ്? സോ ബേസിക്കലി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ അല്ലെങ്കിൽ APF എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. എന്താണ്? വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് വെച്ചാൽ എന്താ? ഒരു യൂണിറ്റ് സെല്ല് അതെന്താ നമ്മൾ പഠിക്കേണ്ടത് തിയറി പഠിക്കുമ്പോൾ. ഒരു യൂണിറ്റ് സെല്ല് എന്തുമാത്രം വോളിയത്തിലാണ് ആറ്റംസ് ഒക്കുപ്പൈ ചെയ്യുന്നത്, അതാണ് എന്ത്? ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. നമുക്കിത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ, അതിന്റെ വാല്യൂസ് ഒക്കെ നമുക്ക് പഠിക്കണം. ഇനി ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? പാക്കിംഗ് എഫിഷ്യൻസി. വേറൊരു പേരാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. ഓക്കെ, പാക്കിംഗ് ഫ്രാക്ഷൻ. It is the fraction of volume in a crystal structure that is occupied by the constituent atoms. എന്താണ്? എന്തുമാത്രം ഫ്രാക്ഷൻ ആണ് ആറ്റംസ് ഒക്കുപ്പൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. എന്താണ്? ഡയമെൻഷൻലെസ് ആണ്, ഡയമെൻഷൻ ഒന്നും ഇല്ല ഇതിന്. പിന്നെന്താണ്? ഇതിന്റെ വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതായിരിക്കും അല്ലെ? Then in atomic systems, by convention, the atomic packing factor is determined by assuming that the atoms are rigid spheres. നമ്മൾ ഈ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ ഈ ആറ്റംസ് ഒക്കെ റിജിഡ് സ്ഫിയറുകളാണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫോർ സിമ്പിൾ ക്യൂബിക് അതിന്റെ വാല്യൂ എത്രയാണ്? 0.52 ആണ്. 0.52. ഓക്കെ, അങ്ങനെ ഓരോന്നിന്റെ വാല്യൂ നിങ്ങൾ കാണാൻ പഠിക്കേണ്ടതുണ്ട്. ഈ എക്സാമിന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പൊ അത്രയേ ഉള്ളൂ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ബോണ്ട്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി ബോണ്ടും സെക്കൻഡറി ബോണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? ഈ പ്രൈമറി ബോണ്ട് എന്ന് പറയുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സുകൾക്ക് പഠിച്ചിട്ടുള്ളതാണ്. എന്ത്? ഈ അയോണിക് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, ഇതൊക്കെ എന്താണ്?
ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളാണ് അല്ലേ, ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളാണ്. സോ ഈ ബോണ്ടുകൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ബോണ്ടുകൾ. ഓക്കെ, ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി ബോണ്ട്സ്. ഇനി എന്താണ് സെക്കൻഡറി ബോണ്ട്? മോളിക്യൂളുകൾക്കിടയിലുള്ള ബോണ്ടുകൾ, ഇന്റർ മോളിക്കുലാർ ബോണ്ടുകൾ എന്ന് പറയും. ഓക്കെ, ഇന്റർ മോളിക്കുലാർ ബോണ്ടുകൾ വിളിക്കുന്ന പേരാണെന്ത്? സെക്കൻഡറി ബോണ്ട്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട്, വാൻഡർവാൾസ് ബോണ്ട്, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി ബോണ്ടുകളാണ്. സോ നമ്മുടെ എക്സാമിന് ചോദിച്ചിരിക്കുന്ന 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, എന്ത്? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ബോണ്ട് ആൻഡ് സെക്കൻഡറി ബോണ്ട്? ഓക്കെ, നമുക്ക് നോക്കാം. സോ പ്രൈമറി ബോണ്ട് എന്ന് പറയുന്നത്, ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, മോസ്റ്റ്ലി ഇൻ സോളിഡ്സ്, ഇത് സോളിഡ്സിലായിരിക്കും ഉള്ളത്. സെക്കൻഡറി ബോണ്ട്സ് ആർ മോസ്റ്റ്ലി ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഓക്കെ, പ്രൈമറി ബോണ്ട് സോളിഡ്സിലുണ്ട്, സെക്കൻഡറി ബോണ്ട് എന്താണ്? ലിക്വിഡ്സിലും ഗ്യാസസിലും മാത്രമേ ഉള്ളൂ. ഇനി ദീസ് ആർ ബോണ്ട്സ് ഡ്യൂ ടു ദി ട്രാൻസ്ഫർ ഓഫ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ആറ്റംസ്. എന്താണ്? ഇലക്ട്രോൺ ഷെയറിംഗ് മൂലമാണ് പ്രൈമറി ബോണ്ട് ഉണ്ടാവുന്നത്. എന്നാലോ സെക്കൻഡറി ബോണ്ട് എന്താണ്? ദീസ് ആർ ഡ്യൂ ടു ഡൈപോൾ അട്രാക്ഷൻസ്, അല്ലെങ്കിൽ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻസ്. ഡൈപോൾ അട്രാക്ഷൻസ് മൂലമാണ് എന്തുണ്ടാവുന്നത്? ഈ പറയുന്ന സെക്കൻഡറി ബോണ്ട് ഉണ്ടാവുന്നത്. ദെൻ അയോണിക്, കോവാലന്റ് ആൻഡ് മെറ്റാലിക് ബോണ്ടുകൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ അല്ലെ. അയോണിക്, കോവാലന്റ് ആൻഡ് മെറ്റാലിക് ബോണ്ട്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ദീസ് ബോണ്ട്സ്. ഇതൊക്കെ എന്താണ്? പ്രൈമറി ബോണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ്. ഹൈഡ്രജൻ ബോണ്ട്, വാൻഡർവാൾസ് ബോണ്ട്, ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി ബോണ്ട്സ്. സെക്കൻഡറി ബോണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ്, ഞാൻ പറഞ്ഞാണ്. ദേ ആർ ഇന്റർ ആറ്റോമിക് ബോണ്ട്സ് അല്ലെ. എന്താണ്? പ്രൈമറി ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ ആറ്റോമിക് ബോണ്ടുകളാണ്. ഇന്റർ ആറ്റോമിക്, ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളാണ്. എന്നാൽ സെക്കൻഡറി ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ഇന്റർ മോളിക്കുലാർ ബോണ്ട്സ്. എന്താണ്? അവര് ഇന്റർ മോളിക്കുലാർ ബോണ്ടുകളാണ്. മോളിക്യൂളുകൾക്കിടയിലാണ് അവരുടെ ബോണ്ട് വരുന്നത്. ഓക്കെ, ദെൻ ദേ ആർ മോർ സ്ട്രോങ്ങർ. എന്താണ്? പ്രൈമറി ബോണ്ടുകളാണ്, ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടാണെന്ത്? സ്ട്രോങ് എന്ന് പറയുന്നത്. സെക്കൻഡറി ബോണ്ടുകളാ എന്താണ്? അത്ര സ്ട്രോങ് അല്ല. നമ്മുടെ പ്രൈമറി ബോണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര സ്ട്രോങ് അല്ല. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതാണെന്ത്? 3 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം എസ് എ പാർട്ടില് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് എസ് എ പാർട്ടിൽ 14 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതിലൊരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. സോ നമുക്ക് 2022 ഡിസംബർ മാസം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എക്സ്പ്ലെയിൻ ദി ഫിനോമിന ഓഫ് റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രെയിൻ ഗ്രോത്ത്. എന്താണ് ഈ റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രെയിൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഷ്മിഡ്സ് ലോ. എക്സ്പ്ലെയിൻ ഷ്മിഡ്സ് ലോ അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലെ, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ. ഷ്മിഡ്സ് ലോന്റെ എക്സ്പ്ലനേഷൻ ആ ഇക്വേഷൻ എഴുതിയില്ല. എന്താണ്? ടോ ആർ റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു കോസ് ഫൈ ഇൻറ്റു കോസ് ലാംഡ എന്ന് എഴുതിയില്ലേ? ഈ ഇക്വേഷനെ വിളിക്കുന്നവരാണ് എന്ത്? ഷ്മിഡ്സ് ലോ. ഈ ഇക്വേഷൻ വിളിക്കുന്നവരാണ് ഷ്മിഡ്സ് ലോ. അപ്പൊ നമ്മള് ആ ഫിഗർ വരയ്ക്കുക, ആ ഇക്വേഷൻ വരെ എത്തുക, അത്രേ ഉള്ളൂ ഷ്മിഡ്സ് ലോ. എത്ര മാർക്കാണ്? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് കിട്ടും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി ഫിനോമിന ഓഫ് റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രെയിൻ ഗ്രോത്ത്. ഇതെന്താ സംഭവം നോക്കാം. ഓക്കെ, സോ ഇതിന്റെ എന്താ തിയറി പാർട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫിഗർ വഴി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോൾഡ് വർക്ക് ചെയ്ത ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യാം. എന്താണ് ഈ കോൾഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളെ എന്തെങ്കിലും ഒരു മെറ്റാലിക് ആയിട്ടൊരു ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് ഉണ്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ അതിന് വെറുതെ ഒരു ചുറ്റിക വെച്ച് ഇങ്ങനെ അടിക്കുകയാണ്. വെറുതെ ഹീറ്റൊന്നും ചെയ്യല, വെറുതെ അടിക്കുകയാണ്. അതെന്താണ്? കോൾഡ് വർക്കിംഗ്. നമ്മൾ ഹീറ്റ് ചെയ്യാതെ ഒരു മെറ്റീരിയലിനെ ഡീഫോം ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് ഞാൻ എങ്ങനെയെങ്കിലും കോൾഡ് വർക്ക് ചെയ്തു. ഓക്കെ, ഒരു ഹാമർ വെച്ച് അങ്ങോട്ട് അടിച്ച് അതിനെ പരുത്തി വെച്ചേക്കാന്ന് വിചാരിക്കാം. ഈ മെറ്റീരിയലിനെ ഞാൻ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാണ്. ഹീറ്റ് ട്രീറ്റ്മെന്റ്, അതായത് അതിനെ പയ്യെ അങ്ങോട്ട് ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണേ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് എടുക്കുവാണ്. അതിന്റെ എക്സ് ആക്സിൽ അനീലിംഗ് ടൈം. അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് അല്ലേ. സോ ഹീറ്റ് ഇവിടെ ടൈമാണ്. നമ്മൾ ടൈമിനനുസരിച്ച് എന്ത് മാറുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി അതിന്റെ വൈ ആക്സിലുള്ളത് ഡക്റ്റിലിറ്റിയും ഈൽഡ് സ്ട്രെങ്ത്തും ആണ്. അത് അവിടെ ഇരിക്കട്ടെ, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അവസാനം പറയാം എന്താണെന്നുള്ളത്.
സോ നമ്മുടെ ഈ എ എന്ന് പറയുന്നത് നമ്മൾ കോൾഡ് വർക്ക് ചെയ്ത മെറ്റീരിയലാണ്. അതായത് ഹീറ്റ് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ടൈം 0 ആയതുകൊണ്ട് അല്ലേ. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കോൾഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ മെറ്റീരിയലാണ്. സോ ആ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ്, ആ മെറ്റീരിയൽ നമ്മൾ ഡീഫോം ചെയ്തേക്കുവാണ് അല്ലെ, ഡീഫോം ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ കോൾഡ് വർക്കിംഗ് വഴി ഡീഫോം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ അകത്ത് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യും. എന്താണ് അതിന്റെ പേരാണ് റെസിഡുവൽ സ്ട്രെസ്. സോ നമ്മൾ കോൾഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ അകത്ത് നിന്നുണ്ടാകും റെസിഡുവൽ സ്ട്രെസ്സസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ, കോൾഡ് വർക്ക് ചെയ്തു, ഹീറ്റ് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല, അപ്പൊ എ എന്ന പൊസിഷനിലുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ, ഡീഫോംഡ് ആയിട്ടുള്ള ആ ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചറാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓരോ ഗ്രെയിനുകൾ, ഇത് നമ്മൾ ഗ്രെയിൻ എന്ന് പറഞ്ഞ ഗ്രെയിൻ, ഓക്കെ, ഓരോ ഗ്രെയിനുകളായി കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് എന്തുണ്ട്, ഈ വരച്ചിരിക്കുന്ന എന്താ, അതിന് നമ്മൾ റെസിഡുവൽ സ്ട്രെസ് എന്ന് പറയും. ഈ റെസിഡുവൽ സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരയൊക്കെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡീഫോംഡ് ആയിട്ടുള്ള കോൾഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ ഗ്രെയിൻ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. സോ ആഫ്റ്റർ സം ടൈം നമ്മൾ അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണ്. അതായത് നമ്മൾ ബി എന്ന ആ സെക്ഷൻ എടുക്കുകയാണ്. അതായത് ആഫ്റ്റർ സം ടൈം, ഇത്രയും ടൈം കഴിഞ്ഞപ്പോൾ ഉള്ള ആ മെറ്റീരിയലിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ മെഷർ ചെയ്യുകയാണ്, എടുത്ത് നോക്കുകയാണ്. അപ്പൊ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയേ, ഇതും തമ്മിൽ എന്നാ വ്യത്യാസം? ഇവിടെ എന്തുണ്ട്, റെസിഡുവൽ സ്ട്രെസ്സസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിന്ന് ഹീറ്റ് ട്രീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ റെസിഡുവൽ സ്ട്രെസ്സസ് ഒക്കെ പോയി. അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിരുന്ന ആ റെസിഡുവൽ സ്ട്രെസ്സസ് ഒക്കെ എന്ത് ചെയ്തു, പോയി അല്ലേ. അപ്പൊ ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിക്കവറി. ഒന്ന് റിക്കവർ ആവും. അത് നമ്മൾ കോൾഡ് വർക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രെസ്സസ് ഒക്കെ എന്ത് ചെയ്യും, അതൊന്ന് റിക്കവർ ചെയ്ത് കളയും. ഓക്കെ, അത് കളയും, ഒന്ന് നോർമൽ ആവും. നമ്മൾ നോർമൽ ആവുന്നതിനല്ലേ റിക്കവറി എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്കവറി എന്ന് പറയുന്നത്. സോ ഇൻ റിക്കവറി വാട്ട് ഹാപ്പൻസ്, റെസിഡുവൽ സ്ട്രെസ്സസ് വിൽ ബി റിമൂവ്ഡ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നടക്കുന്ന പരിപാടിയാണ് റിക്കവറി. ഇനി നമ്മൾ പിന്നെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെറ്റീരിയലിനെ. നമ്മൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു, അതായത് ആ സമയത്തുള്ള നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കുവാണ്. സോ സി എന്ന ടൈമിലുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. കണ്ട ഇവിടെ എന്നാ സംഭവിക്കുന്നത് നോക്കിയേ, ഇത് തമ്മിൽ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, പുതിയ കുറെ ന്യൂക്ലിയസുകൾ, ഇത് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയാം, ന്യൂക്ലിയസുകൾ, പുതിയ കുറെ ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുന്നതായിട്ട് തുടങ്ങി. അതായത് പഴയ ഗ്രെയിൻ ബൗണ്ടറി പയ്യെ മാറിയിട്ട് പുതിയ ഗ്രെയിൻ ബൗണ്ടറീസ് ഒക്കെ എന്ത് ചെയ്തു, ഫോം ചെയ്യുന്നതായിട്ട് തുടങ്ങി. ശരിയല്ലേ? അപ്പോ ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ, ന്യൂക്ലിയേഷൻ. ഓക്കെ, എന്താണ് ന്യൂക്ലിയേഷൻ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ന്യൂക്ലിയേഷൻ എന്ന് പറയാം. ഓക്കെ, എന്താണ്, പുതിയ ന്യൂക്ലിയസുകളൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി അതിൻ്റെ അകത്തുള്ള സ്ട്രെസ്സസ് ഒക്കെ റിമൂവ് ആവും. അതിന് നമ്മൾ എന്ത് പറയും, റിക്കവറി എന്ന് പറയും. അടുത്ത പ്രോസസ് എന്താണ്, ന്യൂക്ലിയേഷൻ. എന്താണ്, ന്യൂക്ലിയേഷൻ സ്റ്റാർട്ട് ചെയ്യും, പുതിയ ന്യൂക്ലിയസുകൾ ഉണ്ടാവാൻ തുടങ്ങും. ഓക്കെ, ദെൻ നമ്മൾ ആഫ്റ്റർ പിന്നീട് കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ചെക്ക് ചെയ്യാണ്. അതായത് ഈ ടൈമിൽ ഡി ആ പോയിന്റിൽ വെച്ച് വീണ്ടും നമ്മൾ ആ ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ നോക്കിയേ, അതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറി. ആദ്യം ഇതായിരുന്നു, ചെറിയ ന്യൂക്ലിയസുകൾ സ്റ്റാർട്ട് ചെയ്തു. നോക്കിയേ, കംപ്ലീറ്റ് പുതിയ ഗ്രെയിനുകൾ വന്നു. അതായത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഗ്രെയിനുകളൊക്കെ മാറിയിട്ട് പുതിയ ഗ്രെയിനുകൾ. ഇത് നമ്മൾ ഗ്രെയിൻ എന്ന് പറയും, ഗ്രെയിൻ. ഓക്കെ, പുതിയ ഗ്രെയിൻ ഉണ്ടായി അല്ലേ. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫുൾ റീക്രിസ്റ്റലൈസേഷൻ. എന്താണ്, ഫുൾ റീക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സമയത്ത് ഈ സെക്ഷനിലുള്ള നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ ഈ പറയുന്ന അതിന്റെ മൈക്രോ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണ്. ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ആദ്യം ഉണ്ടായ ഈ ഗ്രെയിനുകളൊക്കെ വലുതാകുന്നതായിട്ട് കാണാൻ പറ്റും. നോക്കിയേ, അല്പം വലിയ ഗ്രെയിനുകളല്ലേ കാണണേ, വലിയ ഗ്രെയിനുകൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. ശരിയല്ലേ? സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രെയിൻ ഗ്രോത്ത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നേ, ഇത്രേ ഉള്ളൂ. ഒരു കോൾഡ് വർക്ക് ചെയ്ത മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു ഡീഫോം ചെയ്ത മെറ്റീരിയൽ നമ്മൾ ഹീറ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് സംഭവിക്കും, റിക്കവറി എന്ന് പറയുന്നത് എന്താണ്, റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത, നമ്മൾ കോൾഡ് വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത റെസിഡുവൽ സ്ട്രെസ്സസ് ഒക്കെ എന്ത് ചെയ്യും, പോയി കിട്ടും. അടുത്ത സ്റ്റേജ് എന്താണ്, റീക്രിസ്റ്റലൈസേഷൻ. എന്താണ്,
പുതിയ ക്രിസ്റ്റൽസ് ഒക്കെ എന്ത് ചെയ്യും? ഫോം ചെയ്യാൻ തുടങ്ങും. പുതിയ ക്രിസ്റ്റൽസ് ഹീറ്റ് ചെയ്യുമ്പോൾ പഴയ ഗ്രെയിൻ ബൗണ്ടറി ഒക്കെ പോയിട്ട് പുതിയ ഗ്രെയിൻ ബൗണ്ടറീസ് ഒക്കെ വരാൻ തുടങ്ങും. ഓക്കെ, അടുത്ത പ്രശ്നം എന്താണ്? അടുത്ത സ്റ്റേജിൽ എന്താണ്? ഫുൾ റീക്രിസ്റ്റലൈസേഷൻ. എന്ത് ചെയ്തു? ഫുള്ളി എന്താവും? റീക്രിസ്റ്റലൈസ്ഡ് ആകും. പഴയ ഗ്രെയിൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് പുതിയ ഗ്രെയിനുകൾ കൊണ്ട് വരാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ഗ്രെയിൻ ഗ്രോത്ത്. എന്താണ്? ഗ്രെയിൻ ഗ്രോത്ത്. പുതിയ പുതിയ ഗ്രെയിൻ ഉണ്ടായിട്ട് ആ ഗ്രെയിൻ എന്ത് ചെയ്യും? വലുതാകാൻ തുടങ്ങും. ഓക്കെ, സോ ഇതാണെന്ത്? ഈ പറയുന്ന ഫിനോമിന. അവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ദി ഫിനോമിന ഓഫ് റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ, ഗ്രെയിൻ ഗ്രോത്ത്. നമ്മൾ ആ ഫിഗർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. സോ എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിഗറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ എന്തോരം എഴുതിയിട്ടും കാര്യമില്ല, എന്തോരം വാരി വലിച്ച് കുറെ എസ് എഴുതി വെച്ചിട്ടും കാര്യമില്ല. എക്സാമിനർ അത് മൊത്തം നോക്കുന്നു നിർബന്ധമില്ല. അതേസമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫിഗർ ഉണ്ട്, നിങ്ങൾ വളരെ ക്രിസ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ട് വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടുള്ളെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മാർക്ക് അവിടെ വീഴും. ഓക്കെ, സോ ഫിഗർ എവിടെയുണ്ടോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തോളണം, അത് ആ രീതിയിൽ പഠിച്ചോളണം. സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2022 ഡിസംബർ മാസം ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ കൊല്ലം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.